ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ഒന്നാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ഭാഗം നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ മെസോലിത്തിക് ഏജ് വരെയാണ് പഠിച്ചത്. ഇന്ന് നിയോലിത്തിക് ഏജ് എന്താണെന്ന് നോക്കാം, വായിക്കാം. ദിസ് ഈസ് എ പീരിയഡ് ഓഫ് റാഡിക്കൽ ചേഞ്ച് ഇൻ ഹ്യൂമൻ ലൈഫ്. ദി വേർഡ് നിയോലിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി വേർഡ്സ് നിയോസ് ആൻഡ് ലിത്തോസ്. The book Man Makes Himself by Gordon Childe refers to two important changes in the Neolithic age that transformed human life. അതായത് മനുഷ്യജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു കാലമായിരുന്നു ഇത്. നിയോസ് എന്നും ലിത്തോസ് എന്നുമുള്ള രണ്ട് പദങ്ങളിൽ നിന്നാണ് ഈ വേർഡ് രൂപം കൊണ്ടത്. മാൻ മേക്സ് ഹിംസെൽഫ് എന്നുള്ള ഗ്രന്ഥത്തിൽ ഹിസ്റ്റോറിയനായ ഗോർഡൻ ചൈൽഡ് മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ച ഈ നവീന ശിലായുഗത്തിൽ രണ്ട് സുപ്രധാന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നത് താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ദി ഫസ്റ്റ് റെവല്യൂഷൻ ദാറ്റ് ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ ഇക്കോണമി ഗേവ് മാൻ കൺട്രോൾ ഓവർ ഹിസ് ഓൺ ഫുഡ് സപ്ലൈ. Man began to plant, cultivate and improve by selection edible grasses, fruits and trees, and he succeeded in taming and firmly attaching to his person certain species of animal in return for the fodder he was able to offer, the protection he could afford and forethought he could exercise. The two steps are closely related. അതായത് മനുഷ്യ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച രണ്ട് കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നടന്നത്. ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ചെടികളും വേരുകളും വൃക്ഷങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് മനുഷ്യർ കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നെ കാലുകളെല്ലാം ഇണക്കി വളർത്തുവാനായിട്ട് തുടങ്ങി. അടുത്തൊരു ചോദ്യമുണ്ട്, വാട്ട് ആർ ദി ചേഞ്ചസ് ഇൻ ദി നിയോലിത്തിക് ഏജ് മെൻഷൻഡ് ഇൻ ദിസ് ഡിസ്ക്രിപ്ഷൻ. അതായത് ഈ വിവരണത്തിൽ, ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ നവീന ശിലായുഗത്തിൽ നിയോലിത്തിക് ഏജിൽ എന്തൊക്കെ മാറ്റങ്ങളെക്കുറിച്ചാണ്, എന്തൊക്കെ ചേഞ്ചസിനെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെ ചേഞ്ചസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളൊക്കെ തിരഞ്ഞെടുത്ത് അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്തുവാൻ, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്തുവാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ്, ദി ചേഞ്ച് ഇൻ ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ വിത്ത് ഹിസ് സറൗണ്ടിങ്സ് ഈസ് ദി റീസൺ ഫോർ ദീസ് ചേഞ്ചസ്. ഹ്യൂമൻ സ്റ്റാർട്ടഡ് ന്യൂ വേസ് ഓഫ് ലിവിങ് ഡ്യൂറിങ് ദി നിയോലിത്തിക് പീരീഡ്. ദേ ആർ, അതായത് ചുറ്റുപാടുകളുമായുള്ള ഒരു മനുഷ്യൻ്റെ ഇടപെടൽ, ഇൻറ്ററാക്ഷനിൽ വന്ന മാറ്റമാണ് ഇതിന് അടിസ്ഥാനമായത്. ഇൻറ്ററാക്ഷനിലും ചുറ്റുപാടുകളിലെല്ലാം വന്ന ഒരു മനുഷ്യൻ്റെ ഇടപെടലിൽ വന്ന മാറ്റമാണ് ഇതിന് കാരണമായത്. നവീന ശിലായുഗത്തിൽ രണ്ട് ഉപജീവന രീതികൾക്ക് മനുഷ്യൻ തുടക്കം കുറിച്ചു. അവ ഏതൊക്കെയാണ്? പ്രധാനമായും രണ്ട് ഉപജീവന രീതികളാണ് മനുഷ്യൻ തുടങ്ങിയത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്താണ്? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, പിന്നെ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. നമ്മൾ ഈ ബോക്സിൽ പറഞ്ഞത് തന്നെ. അതായത് മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, പിന്നെ കൃഷിയുടെ ആരംഭവും. നെക്സ്റ്റ്, ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ദി മാപ്പ്. യു ക്യാൻ സീ ദി ഏരിയ മാർക്കഡ് ഇൻ ദി ഷേപ്പ് ഓഫ് എ ക്രിസെൻറ്റ്. ബേസ്ഡ് ഓൺ അവൈലബിൾ എവിഡൻസ്, ആർക്കിയോളജിസ്റ്റ് സേ ദാറ്റ് അഗ്രികൾച്ചർ ബിഗാൻ ഇൻ ദിസ് ഏരിയ. ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ദി ഫെർട്ടൈൽ ക്രിസെൻറ്റ്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദി കൺട്രീസ് ഇൻ ദിസ് റീജിയൻ? അപ്പോൾ എന്താണ്, ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നിരീക്ഷിച്ചിട്ട് ചന്ദ്രക്കലയുടെ ആകൃതിയിൽ രേഖപ്പെടുത്തിയ പ്രദേശങ്ങൾ കാണുന്നുണ്ട്. അതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ ലഭ്യതയിൽ ശാസ്ത്രജ്ഞന്മാർ, അതായത് ഈ പുരാവസ്തു ഗവേഷകർ കണ്ടുപിടിച്ചതാണ്. ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല എന്നാണ് ഈ ഫെർട്ടൈൽ ക്രിസെൻറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ പ്രദേശം ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളുടെ ഭാഗങ്ങളാണെന്ന് പറയണം. അപ്പോൾ നിങ്ങൾ മാപ്പ്, ഈ വേൾഡ് മാപ്പ് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന, അതായത് കൃഷിയുടെ ആരംഭമെന്ന് ഈ പുരാവസ്തു ഗവേഷകർ, ആർക്കിയോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളുടെ ഭാഗത്താണെന്ന് കണ്ടെത്തണം. ഏതൊക്കെ രാജ്യങ്ങളുടെ ഭാഗത്താണെന്ന് കണ്ടെത്തുക. ഇറാഖ്, ഇസ്രയേൽ, ജോർദാൻ, സിറിയ, കുവൈറ്റ്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇറാഖ്, ഇസ്രയേൽ, ജോർദാൻ, സിറിയ, കുവൈറ്റ്. ഇനി അടുത്തതായിട്ട്, ലെറ്റ് us see the factors that led humans to begin agriculture and domestication of animals. അതായത് മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനൊക്കെ ഈ മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോപ്പുലേഷൻ ഗ്രോത്ത്, an increase in the number of human settlements, complex social organization, shortage of food products, change in technology. എന്തൊക്കെയാണത്? പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ജനസംഖ്യാ വർധനവ്, ആൻഡ് ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, പിന്നെ ഈ മനുഷ്യ അധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന, അതായത് മനുഷ്യരുടെ വാസസ്ഥലങ്ങളിലുണ്ടായ വർധന, പിന്നെ ഒരു സങ്കീർണമായ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാമൂഹിക ഘടന, പിന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്, ഷോർട്ടേജ്.
ഇത്രയും കാര്യങ്ങളാണ് ഈ മൃഗങ്ങളെ ഒക്കെ ഇണക്കി വളർത്താനും ഈ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജ് 18. Pictures of Neolithic tools are given here. Observe them and find out their features. അതായത് ഈ നിയോളിത്തിക് ഏജിലെ കുറച്ച് ടൂൾസിൻ്റെ ഒക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിരീക്ഷിച്ചിട്ട് അവയുടെ സവിശേഷതകളൊക്കെ പട്ടികപ്പെടുത്തണം. എന്തൊക്കെയാണ്? പോളിഷ്ഡ് ടൂൾസാണ് അല്ലേ, മിനുസപ്പെടുത്തിയ ഉപകരണങ്ങൾ. പിന്നെ അറ്റമൊക്കെ കൂർത്തിരിക്കുന്ന ഉപകരണങ്ങളുണ്ട്. പിന്നെ വീൽസ് പോലെയുണ്ട്, അതായത് ഈ ചക്രങ്ങളുടെയൊക്കെ ഉപയോഗം. അപ്പം അന്ന് ചക്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നെ അറ്റമൊക്കെ കൂർത്ത ഉപകരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ പോളിഷ്ഡ് ടൂൾസും, അതായത് മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളും. പിന്നെ അടുത്തത്, ദീസ് ടൂൾസ് ഹെൽപ്ഡ് ഹ്യൂമൻസ് ടു കൾട്ടിവേറ്റ് ദി ലാൻഡ്. ദേ ഹെൽപ്ഡ് ദം ഇൻ ടില്ലിംഗ് ദി സോയിൽ ആൻഡ് കട്ടിംഗ് ഡൗൺ ട്രീസ്. ദിസ് മാർക്ക്ഡ് ദി ബിഗിനിങ് ഓഫ് ഗ്രേറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. അതായത് ഇത്തരം ഉപകരണങ്ങൾ, ഇത്തരം ടൂൾസൊക്കെ മണ്ണിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റു മനുഷ്യർക്ക് സഹായകരമായി മരം മുറിക്കാനും മണ്ണ് ഉഴുതു മറിക്കുവാനും എല്ലാ ഈ ഉപകരണങ്ങൾ ഇവർ സഹായിച്ചു. ഇത് മനുഷ്യരുടെ ജീവിതത്തിലെ പല വലിയ മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചു. നെക്സ്റ്റ്, അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് എൻഷ്യൂർഡ് ദി സ്റ്റഡി അവൈലബിലിറ്റി ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്. ആസ് എ റിസൾട്ട് പെർമനന്റ് സെറ്റിൽമെന്റ്സ് ആൻഡ് അഗ്രേറിയൻ വില്ലേജസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. The storage of grains became possible with the introduction of pottery and the use of bricks made of clay. When the surplus production in agriculture became possible, a section of society became free from agrarian activities. They began to engage in other occupations such as pottery making, weaving, etc. Thus the society came to include different occupational groups. This resulted in significant changes in the social formation. The basis of the progress humans have achieved today can be seen in the changes during the Neolithic age. With reference to these changes, Gordon Childe, a renowned archaeologist, named this period Neolithic Revolution. ഇപ്പം എന്താണ്, കൃഷിയും കന്നുകാലി വളർത്തലും ഒക്കെ തുടങ്ങി. പിന്നെ ഒരു ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത അവർ ഉറപ്പാക്കി. അതായത് അവർക്ക് കഴിക്കാനുള്ള ആഹാരങ്ങളൊക്കെ അവർ അറിഞ്ഞു തിരിഞ്ഞൊക്കെയായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഈ നിയോളിത്തിക് ഏജിൽ പിന്നെ എന്തായിരുന്നു, അവരെല്ലാം നട്ട് വളർത്തിയെന്ന് പറഞ്ഞല്ലോ, ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങളെല്ലാം, ആഹാര സാധനങ്ങൾ. അപ്പോൾ ഇവർ ഈ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ഒരു ലഭ്യത ഉറപ്പാക്കി. തൽഫലമായിട്ട് അവർ സ്ഥിരമായിട്ടൊരു വാസം തുടങ്ങി, ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. പിന്നെ കാർഷിക ഗ്രാമങ്ങൾ ഉയർന്നു വന്നു. പിന്നെ കളിമൺ പാത്രങ്ങളും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളുടെ ഉപയോഗവും എല്ലാം ഉണ്ടായി. പിന്നെ അവർ ധാന്യങ്ങളൊക്കെ സംഭരിക്കാൻ തുടങ്ങി. പിന്നെ എന്താണ്, പിന്നെ ഈ കാർഷിക രംഗത്ത് മിച്ചോൽപാദനം വന്നു. അതായത് സർപ്ലസ്, ഒരുപാട് സാധനങ്ങൾ അധികമായപ്പോൾ ഇവർ ഒരു വിഭാഗം ആളുകൾ മറ്റ് കാർഷികേതര പ്രവർത്തനങ്ങളിലേക്ക് മാറി. അതെന്തൊക്കെയായിരുന്നു? കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത്, അങ്ങനെ തുടങ്ങിയ മറ്റ് തൊഴിലുകളിൽ ഒക്യുപ്പേഷനിലൊക്കെ അവർ ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായി മാറി. ഇതോടെ ഈ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ന് നാം കാണുന്ന ഈ മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാന ബേസിസ് എന്ന് പറയുന്നത് ഈ നിയോളിത്തിക് ഏജിലെ ഈ മാറ്റങ്ങളാണ്. അപ്പോൾ ഇത്തരം മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ആർക്കിയോളജിസ്റ്റായ ഗോർഡൻ ചൈൽഡ് ഈ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിളിക്കുന്നത്. നിയോളിത്തിക് റവല്യൂഷൻ. എന്താണ് നിയോളിത്തിക് റവല്യൂഷൻ എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചിട്ട് ഉത്തരം എഴുതുക. എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും കൃഷിയും കന്നുകാലി വളർത്താൻ തുടങ്ങി. പിന്നെ അവർ ഭക്ഷ്യോൽപ്പന്നത്തിൻ്റെ അതായത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഒരു സ്ഥിരമായ ലഭ്യത അവർക്ക് ഉറപ്പാക്കി. പിന്നെ കളിമൺ പാത്ര നിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക. പിന്നെ മറ്റ് തൊഴിലുകളിൽ, മറ്റ് ഒക്യുപ്പേഷനിലൊക്കെ അവർ ഏർപ്പെടാൻ തുടങ്ങി, അതൊക്കെ എഴുതുക. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്കാണ് ഈ നിയോളിത്തിക് റവല്യൂഷൻ എന്ന് ഗോർഡൻ ചൈൽഡ് വിളിച്ചത്. അടുത്തത്, പ്രസൻറ്റ് ദി ഇൻഫർമേഷൻ ഗീവൺ എബോവ് ഓൺ നിയോളിത്തിക് ചേഞ്ചസ് ഇൻ ദി ഫോം ഓഫ് എ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. അതായത് ഈ റവല്യൂഷൻ്റെ അടിസ്ഥാനത്തിലൊരു മേൽപ്പറഞ്ഞ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലൊരു നവീന ശിലായുഗത്തിൻ്റെ ഒരു മാറ്റങ്ങളൊരു ഫ്ലോ ചാർട്ടായിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയായിരുന്നു? മൃഗങ്ങളെ ഇണക്കിവളർത്തൽ പറഞ്ഞു. പിന്നെയോ കളിമൺ പാത്രം നിർമ്മാണം, പോട്ടറി മേക്കിംഗ് പറഞ്ഞു. പിന്നെ ഇഷ്ടിക കൊണ്ടുള്ള നിർമ്മാണങ്ങൾ പറഞ്ഞു. പിന്നെ ധാന്യങ്ങളല്ലേ സംഭരിക്കാൻ തുടങ്ങിയവർ പറഞ്ഞു.
പിന്നെ വിവിധ തൊഴിൽ വിഭാഗങ്ങളൊക്കെ ഉയർന്നു വന്നു, അതൊക്കെ എഴുതുക. പോട്ടറി മേക്കിംഗ് എഴുതുക, വീവിങ് എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതുക. അപ്പം ഈ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം ഇത്രയൊക്കെ ഉള്ളൂ. കളിമൺപാത്രങ്ങളുടെ നിർമ്മാണം, ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപ്പുരകൾ, പിന്നെ വിവിധ തൊഴിൽ വിഭാഗങ്ങൾ, ഈ മൃഗങ്ങളെ ഇണക്കി വളർത്തലൊക്കെ. ഇനി അടുത്തത് കംപ്ലീറ്റ് ദി ടേബിൾ ബിലോ ബൈ ഒബ്സർവിങ് ദി വേൾഡ് മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കൺട്രീസ് ഇൻ വിച്ച് നിയോളിത്തിക് സൈറ്റ്സ് ആർ ലൊക്കേറ്റഡ്. അതായത് നിങ്ങളൊരു താഴൊരു വേൾഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് ഈ നിയോളിത്തിക് സൈറ്റ്സ്, അതായത് നവീന ശിലായുഗ കേന്ദ്രങ്ങൾ, അത് ഏതൊക്കെ രാജ്യങ്ങളിലാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കണം. അപ്പോൾ ഇത് ഒബ്സർവ് ചെയ്തിട്ട് ഈ നവീന ശിലായുഗത്തിലെ നിയോളിത്തിക് ഏജിലെ സൈറ്റ്സ് ഏതൊക്കെ കൺട്രീസിലാണെന്ന് കണ്ടെത്തുക. അതായത് ഏതൊക്കെയാണ് നിയോളിത്തിക് സെൻറ്റർ കൊടുത്തിട്ടുണ്ട്: ജെറിക്കോ, ജാർമോ, അലിക്കോഷ്, മെഹർഗ എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ മെഹർഗഡ് എന്ന് പറയും. അപ്പോൾ അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന്: ജെറിക്കോ ഇസ്രയേലിലാണ്, നോട്ട് ചെയ്യുക, ജെറിക്കോ ഇസ്രയേലിൽ, ജാർമോ ഇറാഖിൽ, അലിക്കോഷ് ഇറാനിൽ, മെഹർഗഡ് പാകിസ്ഥാനിൽ. അപ്പോൾ ഇത്രയും നോട്ട് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ ജാർമോയിനെ കുറിച്ചും ഈ മെഹർഗണ്ടിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ജാർമോ ഇൻ ദി കുർദിഷ് ഹിൽസ് ഓഫ് ഇറാഖ്. അതായത് ഈ ഇറാഖിലെ ഈ കുർദിഷ് കുന്നുകളിലാണ് ഈ ജാർമോ സൈറ്റ്സ് ഉള്ളത്. നിയോളിത്തിക് ഏജിലെ എന്താണ് സൈറ്റുകൾ, കേന്ദ്രങ്ങൾ. റോബർട്ട് ജി ബ്രാഡ്വുഡ് ലെഡ് ദി ആർക്കിയോളജിക്കൽ excavations in Jarmo in the Kurdish hills. The people of Jarmo cultivated barley and 2 varieties of wheat. There were clear indications that they domesticated goats and some other animal. Their dwellings were small huts. They made fingers of animals and humans with clay. Among the human fingers they made, the most prominent was that of a pregnant woman. അതായത് ഇറാഖിലെ കുർദിഷ് കുന്നുകളിലെ ജാർമോയെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. റോബർട്ട് ജെ ബ്രാഡ്വുഡാണ് ഈ കുർദിഷ് കുന്നുകളിലെ ഈ സൈറ്റുകൾ, കേന്ദ്രങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അതായത് അദ്ദേഹമാണ് ഇതൊക്കെ ഖനനം ചെയ്ത് കണ്ടെത്തിയത്. പിന്നെ എന്താണ് ഈ ജാർമോയിലെ ജനങ്ങൾ ബാർലിയും 2 തരം ഗോതമ്പും ഒക്കെ അവർ കൃഷി ചെയ്തിരുന്നു. ആടിനെയും മറ്റ് ചില മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്തിയിരുന്നു. അതിൻ്റെ സൂചനകളുണ്ട്. പിന്നെ കളിമണ്ണും കൊണ്ട് അവർ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും എല്ലാം ശില്പങ്ങൾ നിർമ്മിച്ചിരുന്നു. പിന്നെ എന്താണ് രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു. പിന്നെ അവർ നിർമ്മിച്ച ഒരു മനുഷ്യരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രഗ്നൻറ്റ് വുമൻ്റെ രൂപമാണ്. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയുടെ രൂപമാണ് ഈ ജാർമോ കുന്നുകളിൽ നിന്ന് കണ്ടെത്തിയതിൽ ഏറ്റവും പ്രധാനം. നെക്സ്റ്റ് മെഹർഗൺ വായിക്കാം. ദി നിയോളിത്തിക് സൈറ്റ് ഇൻ ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ആർക്കിയോളജിസ്റ്റ് കൺസിഡർ ദാറ്റ് മെഹർഗൺ was a site in ancient India where the important features of Neolithic age like domestication of animals and plants began first. This region is called the bread basket of Balochistan. അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഒരു നിയോളിത്തിക് ഏജിലെ ഒരു സൈറ്റാണ്, ഒരു കേന്ദ്രമാണ് ഈ മെഹർഗൺ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ്? ഇത് പാകിസ്ഥാനിലാണ്, ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് ഈ മെഹർഗൺ എന്നുള്ള സൈറ്റ്. അവരും ഇതുപോലെ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷി എന്നിവയ്ക്കൊക്കെ തുടക്കം കുറിച്ച ഒരു പ്രാചീന ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ്. പിന്നെ എന്താണ് ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ ഏതാണ്? മെഹർഗൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനലൈസ് ദി ഡിഫറെൻറ്റ് സ്റ്റോൺ ഏജ് പീരിയഡ്സ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഹിൻസ് ഗിവൺ ബിലോ. പ്രിപ്പയർ എ ഡിജിറ്റൽ മാഗസിൻ ആൻഡ് പ്രസൻറ്റ് ഇൻ ദി സോഷ്യൽ സയൻസ് ക്ലബ്. എന്താണ് വ്യത്യസ്ത ശിലായുഗത്തിലെ കാലഘട്ടങ്ങളെല്ലാം ചുവടെ തന്നിരിക്കുന്ന സൂചനകളുടെ ഹിൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിശകലനം ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ പതിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ ക്ലബ്ബിൽ അവതരിപ്പിക്കുവാനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ടൂൾസ് വേണം? വേസ് ഓഫ് ലിവിങ്, അതായത് ഉപജീവന രീതികൾ, അവരുടെ വേസ് ഓഫ് ലിവിങ് ഉപജീവന രീതികൾ, പിന്നെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നിങ്ങൾ സോഷ്യൽ സയൻസിൻ്റെ ക്ലബ്ബിൽ ഒരു ഡിജിറ്റൽ മാഗസിൻ തയ്യാറാക്കുക.
നെക്സ്റ്റ് മെറ്റൽ ആണ്. മെറ്റൽ ഏജ് എന്ന് പറഞ്ഞാൽ ലോഹയുഗം. വായിക്കാം. The metal age began when humans started using metals instead of stone. This age clearly reflects the human progress in technology. Copper was the first metal used by humans. During this period, humans learned the technique of turning raw copper into weapons and tools. The presence of copper was found in the early agrarian villages of Catalhoik, Kayonu, and Alikosh. It is believed to have existed around 7000 BCE. അപ്പോൾ എന്താണത്? ഈ ലോഹയുഗം മെറ്റലേജിനെ കുറിച്ച് എന്താണ്? അതായത് ഈ സ്റ്റോണിൻ്റെ സ്ഥാനത്ത്, ശിലകളുടെയൊക്കെ സ്ഥാനത്ത്, കല്ലിൻ്റെയൊക്കെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. മെറ്റലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതിനാണ് ഈ ലോഹയുഗം അഥവാ മെറ്റലേജ് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ അങ്ങനെ മെറ്റലേജിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സാങ്കേതിക വിദ്യയിൽ, ടെക്നോളജിയിലൊക്കെ മനുഷ്യനൊരു പുരോഗതി കൈവരിച്ചൊരു കാലമൊക്കെ ആയിരുന്നു അത്. പിന്നെ എന്താണ്? മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. അണ്ടർലൈൻ ചെയ്യുക. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പായിരുന്നു. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഈ ചെമ്പിനെ അവർ എന്തൊക്കെയാക്കി മാറ്റി? വെപ്പൺസായിട്ടും ടൂൾസുമായിട്ടും, അതായത് ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ആക്കി മാറ്റി. അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ, ടെക്നോളജിയൊക്കെ അവർ ഈ കാലഘട്ടത്തിൽ കൈവരിച്ചു. പിന്നെ ഈ ആദ്യകാല കാർഷിക ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുമ്പോൾ ചാതൽ ഹൊയ്ക്ക്, ചയോനു, അലിക്കോഷ് എന്നിങ്ങനെയാണ്. ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ കാറ്റൽ ഹൊയ്ക്ക്, ഖയോണു ആൻഡ് അലിഗോഷ് എന്നിങ്ങനെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ മലയാളത്തിലുള്ള ഉച്ചാരണവും ഇംഗ്ലീഷിലുള്ള ഉച്ചാരണവും പഠിച്ചു വയ്ക്കുക. പിന്നെന്താണ്? ഈ കാറ്റൽ ഹൊയ്ക്ക് എവിടെയായിരുന്നു? തുർക്കിയിലായിരുന്നു. ഈ ഖയോനു വടക്കൻ സിറിയയിലാണ്. അലിഗോഷ് ഇറാനിലാണ്. അപ്പോൾ BCE 7000 ആണ്ടാണ് ഇതിൻ്റെ ഒരു കാലമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പർ ടൂൾസ് ഓവർ സ്റ്റോൺ ടൂൾസ്? അതായത് എന്താണ്? ഈ ശിലാ ഉപകരണങ്ങളെക്കാൾ ചെമ്പ് ഉപകരണങ്ങൾക്കുള്ള മേന്മകൾ. അപ്പോൾ ഈ സ്റ്റോൺ കൊണ്ടുള്ള ടൂൾസിനേക്കാൾ കോപ്പർ ടൂൾസ് കൊണ്ട് എന്തൊക്കെ മേന്മകളാണ് ഉള്ളതെന്നാണ്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളതെന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു? ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു സൂട്ടബിൾ ഷേപ്പ് ആൻഡ് ഫോം. അതായത് ഒരു അനുയോജ്യമായ ആകൃതിയിൽ, രൂപത്തിലൊക്കെ മാറ്റം വരുത്താൻ കഴിഞ്ഞു. പിന്നെയോ ഒരു ഡ്യൂറബിലിറ്റി, അതായത് കൂടുതൽ കാലം നിലനിൽക്കുമായിരുന്നു. പിന്നെ എന്താണ് പറയേണ്ടത്? അതിൽ കൂർത്ത അഗ്രങ്ങളൊക്കെ പിടിപ്പിക്കാനായിട്ട് കഴിയുമായിരുന്നു. എ ഷാർപ്പ് ടിപ്പ് ക്യാൻ ബി ഹെൽഡ്. അത് രണ്ടും നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നോട്ട് ചെയ്യുക. എ ഷാർപ്പ് ടിപ്പ് ക്യാൻ ബി ഹെൽഡ്. പിന്നെയോ ഡസ് നോട്ട് ബ്രേക്ക് ക്വിക്ക്ലി. പിന്നെ എന്താണ് ഡസ് നോട്ട് ബ്രേക്ക് ക്വിക്ക്ലി എന്ന് പറയുന്നതാണ്? ഈ ഇത് വേഗം പൊട്ടിപ്പോവില്ല. ശില ഉപകരണങ്ങളൊക്കെ, ഈ സ്റ്റോൺ കൊണ്ടുള്ള ടൂൾസൊക്കെ വേഗം പൊട്ടിപ്പോകുമായിരുന്നു. പക്ഷേ ഇത് വേഗം പൊട്ടിപ്പോവില്ല. അപ്പോൾ അതിൽ കൂർത്ത അഗ്രം പിടിപ്പിക്കാൻ പറ്റും. പിന്നെ അത് വേഗത്തിൽ പൊട്ടിപ്പോവില്ല. അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ചാൽക്കോലിത്തിക് ഏജ്. എന്താണ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ? താമ്രശിലായുഗം എന്നാണ് അതിൻ്റെ മലയാളം. വായിച്ച് നോക്കാം. We have already discussed the Stone Age. Even in the age of copper tools, humans did not give up stone. This period, when copper tools were used along with stone tools, is called the Chalcolithic Age. In India, many remains of the Chalcolithic Age are found in Rajasthan, Madhya Pradesh and Maharashtra. അതായത് നമ്മൾ ഈ ചാൽക്കോലിത്തിക് ഏജിനെ കുറിച്ച് നമ്മൾ ഇതെല്ലാം പഠിച്ചേക്കണുണ്ട്. താഴ്ന്ന ക്ലാസ്സിൽ ഇതെല്ലാം പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ചെമ്പ് കൊണ്ടുള്ള, കോപ്പർ കൊണ്ടുള്ള ഉപകരണങ്ങൾ, ടൂൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് പോലും ഈ മനുഷ്യൻ ഈ കല്ല് കൊണ്ടുള്ള ആയുധമൊന്നും കൈവിട്ടില്ല. അവർ മെറ്റൽ ഏജിലേക്ക് വന്നെങ്കിൽ പോലും അവർ ശില കൊണ്ടുള്ള, ഈ കല്ല് കൊണ്ടുള്ള, സ്റ്റോൺ കൊണ്ടുള്ള ആയുധങ്ങളോ ടൂൾസോ ഒന്നും ഇവർ കൈവിട്ടില്ലായിരുന്നു. ഈ കോപ്പർ ആയുധങ്ങളോടൊപ്പം തന്നെ ഇവർ ഈ ശിലായുഗത്തിലെ ആയുധങ്ങൾ, ശിലാ ഉപകരണങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ മലയാളം താമ്ര ശിലായുഗം എന്നാണ്. ഇത് ഇന്ത്യയിലെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് ഇതിൻ്റെ നിരവധി റിമൈൻസ്, അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓൺ ബറിയൽസ് റിക്കവേർഡ് ഫ്രം ദൈമാബാദ്, മഹാരാഷ്ട്ര. ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ് ഇൻ ക്ലേ ആൻഡ് സ്റ്റോൺ ഫ്രം നിവാസ, മഹാരാഷ്ട്ര. അതായത് മഹാരാഷ്ട്രയിലെ നെവാസ എന്നുള്ള സ്ഥലത്തു നിന്ന് ലഭിച്ച കളിമണ്ണിലും ശിലയിലും തീർത്ത കലാനിർമ്മിതികളാണിത്. പിന്നെ ഏതാണ്? ദൈമാബാദ്, മഹാരാഷ്ട്രയിലെ ദൈമാബാദ് എന്ന സ്ഥലത്തു നിന്ന് ലഭിച്ച ഈ ശവസംസ്കാരത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന കലശങ്ങളും
കിട്ടിയിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിലാണ്? ചാൽക്കോലിത്തിക് ഏജിലെ. ഇനി അടുത്തത് ബ്രോൺസ് ഏജ്. ബ്രോൺസ് ഏജ് എന്ന് പറഞ്ഞാൽ വെങ്കല യുഗം. വെങ്കല യുഗം ഈ ഗോർഡൻ ചൈൽഡ് എഴുതിയ മാൻ മേക്ക് ഹിംസെൽഫ് എന്നുള്ള ബുക്കിൽ നിന്നുള്ള കുറച്ച് വരികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. Between 6000 and 3000 BCE, humans learned to harness the force of oxen and of winds. Plough, wheel cart and boat began to be used. Metallurgy also developed further. As a result, agriculture became widespread and surplus production became possible. Non-agricultural production became strong and thereby humans equipped themselves for urban life. ഇത് വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു. വായിച്ചെടുക്കാത്ത ബുദ്ധിമുട്ടാണത്. വളരെ ചെറിയ അക്ഷരത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രോൺസ് ഏജ് എന്താണ്? അത് BCE 6000-നും 3000-നും ഇടയിൽ മനുഷ്യർ കാളയുടെയും ഓക്സൺ കാളകളുടെയും ഈ കാറ്റിൻ്റെയും വിൻഡിൻ്റെയൊക്കെ ശക്തി പ്രയോജനപ്പെടുത്താൻ വേണ്ടി പഠിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കലപ്പയും ഈ ചക്രവണ്ടിയും വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഈ ലോഹ സംസ്കരണ വിദ്യയൊക്കെ ഇവർ ഇതിലൊക്കെ കൂടുതൽ വികാസം നേടി. അതുകൊണ്ട് കൃഷിയൊക്കെ വ്യാപകമായി. പിന്നെയോ കൃഷിയൊക്കെ ധാരാളം മിച്ചോൽപാദനം ഉണ്ടായി. അതുകൊണ്ട് അത് തൽഫലമായിട്ട് കാർഷിക ഇതര ഉൽപ്പാദനങ്ങൾ ശക്തമായി. അതായത് കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങളിലേക്ക് ഇവർ ശ്രദ്ധ ചെലുത്തി. അപ്പോൾ അങ്ങനെ മനുഷ്യൻ ഈ ഒരു നാഗരിക ജീവിതത്തിന്, അർബൻ ലൈഫിന് തുടക്കം കുറിച്ചു. നെക്സ്റ്റ് പേജ് നമ്പർ എത്രയാണ്? 22. ബ്രോൺസിനെ കുറിച്ചൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബോക്സിൽ അതൊന്ന് വായിക്കാം. Bronze is an alloy made by mixing copper and tin. Bronze is a metal stronger than copper. അതായത് വെങ്കലം, ഓട് എന്ന് പറയുന്നത്, ബ്രോൺസ് എന്ന് പറയുന്നത് ചെമ്പും അതായത് കോപ്പറും പിന്നെ വെളുത്തീയവും എന്ന് പറഞ്ഞാൽ ടിൻ. അപ്പോൾ ഈ കോപ്പറും ടിന്നും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ഒരു ലോഹസങ്കരമാണ് ഈ ബ്രോൺസ് എന്ന് പറയുന്നത്. അതായത് വെങ്കലം, അതായത് ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ഒരു ലോഹമാണ് ഈ ബ്രോൺസ് അഥവാ വെങ്കലം. മുകളിലത്തെ പാര വായിക്കാം. This is a description of humans' entry into urban life. Urbanization begins when a region comes to be densely populated, where the majority earned their means of living through non-agrarian activities such as crafts, trade, etc. Wide streets, public buildings, better facilities, busy life and entertainment are the hallmarks of such an urban life. You have already learned that urban life began in the Bronze Age. അർബൻ ലൈഫിലേക്കുള്ള ഒരു മാറ്റം, നാഗരിക ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് മാറ്റത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണിത്. അതായത് ഒരു പ്രദേശത്ത് ജനങ്ങളിങ്ങനെ തിങ്ങി പാർക്കുന്നു. പിന്നെ പകുതിയിലേറെ ആളുകളും ഈ കൃഷിയല്ലാത്ത കാർഷികേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അതായത് അത് എന്തൊക്കെയായിരുന്നു? അതായത് കൈത്തൊഴിലുകൾ, കരകൗശല പ്രവർത്തനങ്ങൾ, പിന്നെ റീജിയൻ വേണ്ടി ഡിസൈൻഡ് ഇൻ ദി സജസ് ക്രാഫ്റ്റ്, ട്രേഡ്, വൈഡ് സ്ട്രീറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളത്. അതായത് കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധതരം കൈത്തൊഴിലുകൾ, കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം, അങ്ങനെയൊക്കെ പലവിധ ഉപതൊഴിലുകളിൽ മറ്റ് കാർഷികേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവർ ജീവിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷമാണ് എന്തറിയപ്പെടുന്നത്? നാഗരികത എന്ന് അറിയപ്പെടുന്നത്. വിശാലമായ വീഥികളും പൊതു കെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും ഈ നഗര ജീവിതത്തിൻ്റെ സവിശേഷതകളാണ്. നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് വെങ്കല യുഗത്തിലാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നേരത്തെ അല്ലേ. അർബൻ ലൈഫ് തുടക്കം കുറിച്ചത് ഏതിലാണ്? ബ്രോൺസ് ഏജിലാണ്, വെങ്കല യുഗത്തിലാണ്. വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതെല്ലാമാണെന്ന്, അതായത് ലിസ്റ്റ് ഔട്ട് ദി ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്, അതായത് ഈ ലിസ്റ്റ് ഔട്ട് ദി ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അത് പട്ടികപ്പെടുത്താനാണ്. അതായത് ഈ വെങ്കലയുഗ സംസ്കാരങ്ങൾ, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഏതൊക്കെയാണ്, വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പട്ടികപ്പെടുത്തണം. നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണത്? നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലേ, സിന്ധു നദിയുടെ സംസ്കാരം. പിന്നെയോ
ഹാരപ്പൻ സിവിലൈസേഷൻ പറയാം, മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ പറയാം, പിന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പറയാം. അപ്പം നമ്മളിതെല്ലാം ബ്രോൺസ് ഏജിലെ സംസ്കാരങ്ങളാണ്. സിവിലൈസേഷൻസ്, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരം, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, പിന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, പിന്നെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, പിന്നെ പറഞ്ഞാൽ ചൈനീസ് സിവിലൈസേഷൻ. അപ്പോൾ ഇത്രയും നോട്ട് ചെയ്യുക. പിന്നെ എന്താണ് നെക്സ്റ്റ്? The Harappan civilization in India belongs to the Bronze Age. Cities like Harappa, Mohenjo-daro, Lothal, etc. The well-planned public buildings, great baths, houses, streets, drainage system, granaries, and the presence of various types of crafts and trade are clear evidences of urbanization. That is why the Harappan civilization is called the first urbanization in Indian history. അതായത് ഈ ബ്രോൺസ് ഏജിൽ, ഈ വെങ്കല യുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. ഹാരപ്പ, മോഹൻജദാരോ, ലോത്തൽ എന്ന് തുടങ്ങിയ നഗരങ്ങളെ കുറിച്ച് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഹാരപ്പ, മോഹൻജദാരോ, ലോത്തൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി ഒരു പ്ലാൻഡായിട്ട് പണി കഴിപ്പിച്ചതാണെന്നുള്ളത് നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ പൊതുവായ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ കുളം, അതായത് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന വലിയ കുളം ഉണ്ടായിരുന്നു. പിന്നെ ഹൗസസ്, വീടുകളുണ്ടായിരുന്നു. പിന്നെ തെരുവീതികൾ, സ്ട്രീറ്റ് വേസ് ഉണ്ടായിരുന്നു. പിന്നെ അഴുക്കുചാലുകൾ, ദാനിപ്പുരകൾ എന്നിവയും വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിൻ്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷനെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിളിക്കുന്നത്. ദി ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് വിളിക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹാരപ്പ, മോഹൻജദാരോ, ഈ ലോകത്തിൽ തുടങ്ങിയ നഗരങ്ങളൊക്കെ പണി കഴിപ്പിച്ച കാര്യങ്ങളും വെൽ പ്ലാൻഡായിട്ട് പണി കഴിപ്പിച്ച കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. ഈ പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ കിടക്കുന്നുണ്ട്. സിമ്പിൾ നോട്ട്സ് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എഴുതുന്നുണ്ട്, അത് വായിച്ച് നോക്കുക. പിന്നെ വേദിക് ഏജ്, ഇനി എന്താണ് വേദിക് ഏജ്? അതായത് വേദകാലം. After the decline of the Harappan civilization, the Aryans entered the Sapta-Sindhu region. They spoke a language that belonged to the Indo-European family of languages. Based on linguistic evidence, Aryans are believed to be the natives of സെൻട്രൽ ഏഷ്യ. അതെന്താണ് ഈ വേദിക് ഏജ് എന്ന് പറയുന്നത്? ഈ ഹാരപ്പൻ സംസ്കാരം തകർന്നു പോയായിരുന്നു അല്ലേ? ഈ ഹാരപ്പൻ സംസ്കാരം അങ്ങോട്ട് തകർന്നു പോയതിന് ശേഷം ഈ സിന്ധു നദീതട പ്രദേശത്ത് നിന്ന് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു. അവർ ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. അങ്ങനെയുള്ള ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ഈ ആര്യന്മാർ. അപ്പോൾ ഈ ഭാഷാപരമായ തെളിവുകളുടെ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം എന്ന് പറയുന്നത് ഏതാണ്? മധ്യേഷ്യയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നേറ്റീവ് എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യ ആണെന്ന് വിശേഷിപ്പിക്കുന്നു. ആര്യന്മാരുടെ നേറ്റീവ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യ, അതായത് മധ്യേഷ്യ എന്നാണ് കരുതപ്പെടുന്നത്. അടുത്തത്, we get to know about this age from the Vedas. Therefore, this period is called Vedic age, which falls between 1500 BCE and 600 BCE. പിന്നെ എന്താണുള്ളത്? ഈ വേദങ്ങളിൽ നിന്നുമാണ്, അതായത് ഈ വേദകാലഘട്ടത്തിൽ വേദങ്ങളിൽ നിന്നാണ് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ളൊരു അറിവുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ ഈ കാലഘട്ടത്തെ വേദകാലം അഥവാ വേദിക് ഏജ് എന്ന് വിളിക്കുന്നു. BCE 1500-നും 600-നും ഇടയിലാണ് വേദകാലം. പിന്നെ ലെഫ്റ്റ് സൈഡിലൊരു ബോക്സിലൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സപ്തസിന്ധു റീജിയൻ എന്ന് പറഞ്ഞ് വായിക്കാം. ദി സപ്തസിന്ധു റീജിയൻ ഇസ് ദി റീജിയൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ദി ഇൻഡസ് റിവർ ആൻഡ് ഈസ് ട്രൈബ്യൂട്ടറീസ്. അതായത് ഈ സപ്തസിന്ധു പ്രദേശം എന്ന് പറയുന്നത് എന്താണ്? സിന്ധു നദി അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഈ സപ്തസിന്ധു പ്രദേശം എന്ന് പറഞ്ഞാൽ സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ട്രൈബ്യൂട്ടറീസും ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് സപ്തസിന്ധു റീജിയൻ. അടുത്ത ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്. അടുത്ത എന്താണ്? ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ഇൻക്ലൂഡ് സാൻസ്ക്രിറ്റ്, ലാറ്റിൻ, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ്, റഷ്യൻ, പോളിഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച് ആൻഡ്
റുമാനിയൻ. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത്? സംസ്കൃതം ഉണ്ടായിരുന്നു, ലത്തീൻ ഉണ്ടായിരുന്നു, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ്, റഷ്യൻ, പോളിഷ്, അങ്ങനെ ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, റുമാനിയൻ എന്നീ ഭാഷകളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഏതിൽ? ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിലുള്ളത് പഠിച്ചു വയ്ക്കുക. ഈ ബോക്സിലുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോക്സ് ഉള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. മൈന്യൂട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ ബോക്സിൽ നിന്ന് ചോദിക്കാം. നെക്സ്റ്റ് എന്താണ്? ദി വേദിക് പീരീഡ് ഈസ് ഡിവൈഡ് ഇൻറ്റു 2. അതായത് ഈ വേദകാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വേദിക് ഏജിനെ എങ്ങനെ തിരിച്ചിരിക്കുന്നത്? ഏർലി വേദിക് പീരീഡ്, ദി പീരീഡ് വെൻ ഋഗ്വേദ വാസ് കമ്പോസ്ഡ്. പിന്നെയോ ലേറ്റർ വേദിക് പീരീഡ്, ദി പീരീഡ് വെൻ യജുർ, സാമ ആൻഡ് അഥർവ വേദാസ് വെയർ കമ്പോസ്ഡ്. അതായത് ആദ്യകാല വേദകാലം, അതായത് ഋഗ്വേദം രചിച്ച കാലമാണ് ഏർലി വേദിക് പീരീഡ്. പിന്നീട് വരുന്ന ലേറ്റർ വേദിക് പീരീഡ്, അതായത് പിൽക്കാലത്തെ വേദങ്ങളായ യജുർവേദം, സാമവേദം, അഥർവവേദം ഇതൊക്കെ രചിച്ച ഒരു കാലഘട്ടം. അപ്പോൾ ഏർലി വേദിക് പീരീഡ് ഏതൊക്കെയാണ്? വേദിക് ഏജ്, ഏർലി വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലെറ്റ് us കമ്പയർ ദി ലൈഫ് ഓഫ് ദി പീപ്പിൾ ഇൻ ദി ഏർലി വേദിക് ആൻഡ് ദി ലേറ്റർ വേദിക് പീരിയഡ്സ്. നിങ്ങളത് കമ്പയർ ചെയ്ത് നോക്കണം, അത് താരതമ്യം ചെയ്ത് നോക്കണം. ആദ്യകാല വേദകാലത്തെക്കുറിച്ചും പിൽക്കാല വേദകാലം, അതായത് ഏർലി വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്. ആദ്യം ഏർലി വേദിക് പീരീഡിലെ കാര്യം വായിക്കാൻ ശ്രദ്ധിക്കുക. സപ്തസിന്ധു റീജിയൻ, പോസ്റ്റോറൽ ഇക്കോണമി, സെമി നൊമാഡ്സ്, കമ്പാരിറ്റീവ്ലി ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ഫോർ വുമൻ, ദി ഫോറസ്റ്റ് വാസ് cleared and burned for cultivation, the society consisted of many tribes, the yagas were sacrifices were simple and could be done by the head of the family, natural forces were worshipped. അതായത് ഈ ആദ്യകാല വേദകാലം, അതായത് ഈ ഏർലി വേദിക് പീരീഡിൽ എന്തൊക്കെയായിരുന്നു? സപ്തസിന്ധു പ്രദേശത്തായിരുന്നു അല്ലേ? ആദ്യകാല വേദകാലത്തിലെ പ്രദേശം ഉൾപ്പെടുന്നത് സപ്തസിന്ധു പ്രദേശമാണ്. പിന്നെയോ ഒരു ഇടയ സമ്പദ് വ്യവസ്ഥയായിരുന്നു അവർ. അതായത് ഇടയ സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാൽ ആടുകളെയൊക്കെ കൃഷി ചെയ്തിരുന്നത്. പിന്നെ അവർ സെമി നൊമാഡ്സ് എന്ന് പറഞ്ഞാൽ പകുതി നാടോടികളാണ്. നൊമാഡ്സ് എന്ന് പറഞ്ഞാൽ നാടോടികൾ, അതായത് കുറച്ച് നാടോടികൾ, കുറച്ച് പേർ കുറച്ച് സ്ഥലത്ത് കിടന്നുറങ്ങും, മറ്റുള്ളവർ ഇങ്ങനെ ചിലർ സ്ഥിരമായിട്ട് താമസിക്കും, ചിലർ ഇങ്ങനെ അലഞ്ഞു തിരിയുക, അങ്ങനെയുള്ളൊരവസ്ഥ. പിന്നെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഒരു ഉയർന്ന സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ കാട് വിട്ട് തെളിച്ചും തീയിട്ടുമൊക്കെ കൃഷി ചെയ്തിരുന്നു. പിന്നെ നിരവധി ഒരു ഗോത്രങ്ങൾ, ട്രൈബ്സൊക്കെ ചേർന്നതായിരുന്നു ഈ അവരുടെ സമൂഹം എന്ന് പറയുന്നത്. പിന്നെയോ യാഗങ്ങൾ എന്ന് പറയുന്നത്, യാഗാസ് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ഒരാൾക്ക്, അതായത് ഓരോ കുടുംബനാഥനും ലളിതമായി ചെയ്യാവുന്നതായിരുന്നു. യാഗങ്ങളൊക്കെ ലളിതമായിട്ട് ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതായിരുന്നു. പിന്നെ പ്രകൃതി ശക്തികളെ, നാച്ചുറൽ ഫോഴ്സിനെ അവർ വർഷിപ്പിഡ്, ആരാധിച്ചിരുന്നു. പ്രകൃതി ശക്തികളെ അവർ ആരാധിച്ചിരുന്നു. പിന്നെ അടുത്തത് ലേറ്റർ വേദിക് പീരീഡ്. എന്താണ് ലേറ്റർ വേദിക് പീരീഡ്? പിൽക്കാല വേദഘട്ടം. അത് വായിക്കാം. എക്സ്റ്റെൻഡഡ് അപ് ടു ദി ഗാംഗറ്റിക് പ്ലെയിൻ, അഗ്രികൾച്ചർ വാസ് ഗീവൺ ഇമ്പോർട്ടൻസ്, സെറ്റിൽ ലൈഫ്, ദി സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഡിക്ലൈൻഡ്, യൂസ് ഓഫ് അയൺ, ദി വർണ്ണ സിസ്റ്റം ബിക്കെയിം സ്ട്രോങ്ങർ, ദി യാഗാസ് ബിക്കെയിം കോംപ്ലിക്കേറ്റഡ് ആൻഡ് എക്സ്പെൻസീവ്, ദി യാഗാസ് ബിക്കെയിം ദി പ്രിവിലേജ് ഓഫ് എ പർട്ടിക്കുലർ സെക്ഷൻ, new deities came to be worshipped, beginning of various crafts. അതായത് ഈ ലേറ്റർ വേദിക് പീരീഡിൽ ഈ സിന്ധു നദീതടത്തിലായിരുന്നു ആദ്യം എന്ന് പറഞ്ഞല്ലോ. അത് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്ത് വ്യാപിച്ചിട്ടത് ഗംഗാ സമതലം വരെ, ഗാംഗറ്റിക് പ്ലെയിൻ വരെ വ്യാപിച്ചു. പിന്നെയോ അവിടെ കൃഷിയായിരുന്നു പ്രധാനമായ ഒരു, കൃഷിക്കാണ് അവർ പ്രാധാന്യം നൽകിയിരുന്നത്. പിന്നെ എന്തായിരുന്നു? സെറ്റിൽ ലൈഫ്, അത് സ്ഥിരമായിട്ടൊരു വാസം ആരംഭിച്ചു. പിന്നെ എന്താണ്? ഇരുമ്പിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നു അല്ലേ? യൂസ് ഓഫ് അയൺ, അതിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നു. പിന്നെ വർണ്ണ സിസ്റ്റം രൂപം കൊണ്ടു, അതായത് ഒരു വർണ്ണ വ്യവസ്ഥ പഠിച്ചിട്ടുണ്ടല്ലേ? വർണ്ണ സിസ്റ്റം പഠിച്ചിരിക്കുന്നല്ലേ? പിന്നെ ഇതിൽ ഈ ഏർലി വേദിക് പീരീഡിൽ യാഗങ്ങളൊക്കെ വളരെ സിമ്പിളായിരുന്നു. ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥനം ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് പിൽക്കാലത്തേക്ക് വന്നപ്പോൾ, ലേറ്ററിലേക്ക് വന്നപ്പോൾ ഈ യാഗങ്ങൾ സങ്കീർണവും ചെലവേറിയതുമായിട്ട് മാറി. ഈ യാഗം നടത്തുക എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തമായി മാറി. ഒരു പർട്ടിക്കുലർ സെക്ഷൻ, അവർക്ക് മാത്രമേ യാഗങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വന്നു. ഏർലിയിൽ അങ്ങനെയല്ലായിരുന്നു അല്ലേ? ഏർലിയിൽ ആർക്കും ചെയ്യാമായിരുന്നു.
പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പർട്ടിക്കുലർ സെക്ഷൻ, ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എന്താണ്, ആദ്യം നമ്മൾ വർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞ പ്രകൃതി ശക്തികളെയാണ്, അവർ നാച്ചുറൽ ഫോഴ്സിനെയൊക്കെയാണ് ആരാധിച്ചിരുന്നത്. പക്ഷേ പിന്നീട് വന്നപ്പോൾ ഒരു പ്രത്യേക ആരാധനാ മൂർത്തികളൊക്കെ അവർ അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ഓരോരോ ആരാധനാ മൂർത്തികളെ ഒക്കെ അവർ രൂപപ്പെടുത്തിയെടുത്തു. പിന്നെ എന്താണ്, വിവിധ ഒരു ക്രാഫ്റ്റുകളൊക്കെ, വിവിധ കരകൗശല വിദ്യകളുടെയൊക്കെ ഒരു തുടക്കം കുറിച്ചു ലേറ്റർ വേദിക് പീരീഡിൽ. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യണം, ഏർലി വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ് കമ്പയർ ചെയ്ത് എഴുതുക. പിന്നെ റൈറ്റ് സൈഡിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, വേദിക് ലിറ്ററേച്ചർ വായിക്കാം. വേദ മീൻസ് നോളജ്, knowledge bit. There are 4 Vedas. They are Rigveda, Yajurveda, Samaveda and Atharvaveda. The earliest of these is the Rigveda. Apart from the 4 Vedas, the Brahmanas, Aranyakas and Upanishads are also part of Vedic literature. Vedic literature is the most important source of information about the Vedic period. Varna system അടുത്ത് വേദിക് എന്താണെന്ന് പറയാം. വേദിക് ലിറ്ററേച്ചർ, വേദകാലഘട്ടത്തിലെ വേദ സാഹിത്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? വേദം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. വിത്ത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. വിത്ത്, ഇംഗ്ലീഷിൽ വിത്ത്, മലയാളത്തിൽ വിത്ത്. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. വേദങ്ങൾ 4 ഉണ്ട്. ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, പിന്നെ സാമവേദം, അഥർവവേദം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇവയിൽ ഋഗ്വേദമാണ് ആദ്യത്തേത്. പിന്നെ എന്താ, ഋഗ്വേദമാണ് ആദ്യത്തേതെന്ന് പറഞ്ഞല്ലോ. ഋഗ്വേദം എഴുതപ്പെട്ട കാലഘട്ടമാണ് ഈ ഏർലി വേദിക് പീരീഡ് എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഈ 4 വേദങ്ങൾ, പ്രധാനമായി 4 വേദങ്ങളാണ്. അത് കൂടാതെ അനുബന്ധങ്ങളായിട്ട് ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയും ഈ വേദ സാഹിത്യത്തിൻ്റെ ഭാഗമാണ്. ഇവ കൂടാതെ ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയും. പിന്നെന്താണ്, ഇപ്പോൾ ഈ വേദകാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന് പറയുന്നത് ഈ വേദ സാഹിത്യം തന്നെയാണ്. നെക്സ്റ്റ്, വർണ്ണ സിസ്റ്റം, അതായത് വർണ്ണവ്യവസ്ഥ. There were 4 varnas. Brahmins were those who engaged in priestly rites. Kshatriyas were those who governed and guarded the kingdom. Vaishyas were those who engaged in agriculture and trade. And Shudras served all these 3 sections. അതായത് വർണ്ണങ്ങൾ അല്ലേ, ഈ വർണ്ണ സിസ്റ്റം എന്ന് പറയുന്ന 4 ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? ഈ പൂജാ പ്രവൃത്തികളിൽ പൗരോഹിത്യത്തിലേക്ക് ഏർപ്പെട്ട ബ്രാഹ്മണർ, പിന്നെ ഈ രാജ്യഭരണവും സംരക്ഷണവും ഒക്കെ നടത്തിയിരുന്നവർ ക്ഷത്രിയർ, ഈ അഗ്രികൾച്ചറിലും കൃഷിയിലും കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നവർ വൈശ്യർ. ഈ 3 വിഭാഗങ്ങൾക്കും ദാസ്യപ്പണി ചെയ്തിരുന്നവർ ശൂദ്രരുമായിരുന്നു. അങ്ങനെ സമൂഹത്തിൽ 4 തട്ടുകൾ ഉണ്ടായി. ഇതെല്ലാം നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ്, in this lesson, we saw the beginning of human history and the various stages of human progress over a long period of time, living in forests, caves and tree holes, braving nature and animals. Humans discovered and invented what they needed using their reasoning capacity and intelligence. അതായത് ഈ മനുഷ്യചരിത്രത്തിൻ്റെ തുടക്കവും പിന്നെ ഈ കാലക്രമത്തിലുണ്ടായ വികാസങ്ങളുമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത് അല്ലേ. പിന്നെ ഇവരെന്തൊക്കെ ചെയ്തു? കാട്ടിലും ഗുഹകളിലും മരപ്പത്തുകളിലും ഒക്കെ ജീവിച്ചു അല്ലേ. ഫോറസ്റ്റിലും ഈ കേവ്സിലും ഈ മരപ്പത്തുകളിലും എല്ലാം ജീവിച്ചു. പിന്നെ പ്രകൃതിയോടും മൃഗങ്ങളോടും ഒക്കെ അവർ പൊരുതി. പിന്നെ എന്താണ്, അപ്പം മനുഷ്യൻ പിന്നീട് അവൻ തൻ്റെ വിവേകവും ബുദ്ധിശക്തിയൊക്കെ ഉപയോഗിച്ചാണ് മുന്നോട്ടുള്ള പ്രയോജനം തുടങ്ങി. അതെല്ലാം നമ്മളിപ്പോൾ പഠിച്ചു. പിന്നെ മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് അനുസൃതമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും എല്ലാം നടത്തി എന്നുള്ളതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ്, ലാസ്റ്റ് പാരയാണ്. ആസ് ദേ അഡ്വാൻസ്ഡ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കോണമിക് സ്ട്രക്ചേഴ്സ് വെയർ ഫോർമുലേറ്റഡ് ബൈ സിവിലൈസ്ഡ് ഹ്യൂമൻസ് സ്റ്റാൻഡിംഗ് ഇൻ ദി 21st century, turning back to the many period of human history, we are able to know and understand the extent of human progress. അതാണ് എൻ്റെ അർത്ഥം. ഈ പുരോഗതിയുടെയൊക്കെ പാതയിലേറി അല്ല ഇവർ ഒരു നാഗരിക ഈ കാട്ടിൽ താമസിച്ചിരുന്നവരാണെന്ന് ഓർക്കണം. ഈ മനുഷ്യർ ഈ കാട്ടിൽ ഈ ഗുഹകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ പിന്നീട് അങ്ങനെ പുരോഗമിച്ചിട്ട് ഒരു അർബൻ ലൈഫൊക്കെ തുടങ്ങി ഒരു നാഗരികരായി മാറിയ മനുഷ്യർ
അവർ പിന്നെ എന്തൊക്കെ ചെയ്തു? സാമൂഹികമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായുള്ള സംവിധാനങ്ങളെല്ലാം അവർ രൂപപ്പെടുത്തിയെടുത്തു അല്ലേ. പിന്നെയോ ഇന്ന് നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ മാനവ ചരിത്രത്തിൻ്റെ വിവിധ വികാസഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മാനവചരിത്രം ഇതുവരെ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യർ എത്ര ദൂരം മുന്നോട്ട് പോയി എന്ന് നമുക്കറിയാൻ മനസ്സിലാക്കാനും ഈ ചാപ്റ്ററിലൂടെ സാധിച്ചു അല്ലേ, സാധിച്ചില്ലേ? ഇപ്പോൾ പിന്നെ കുറച്ച് തുടർ പ്രവർത്തനങ്ങളുണ്ട്, എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. സിമ്പിൾ നോട്ട്സ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് അടുത്ത ക്ലാസ് നോക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.